ഹലോ, വെൽക്കം ടു മൈ ഓണം വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്നത് തിരുവോണ ദിവസത്തിലെ കുറച്ച് നല്ല മെമ്മറീസാണ്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ തിരുവോണം സ്റ്റാർട്ട് ചെയ്തത് വിത്ത് ദിസ് ഉണ്ണിയപ്പമാണ്. നമ്മുടെ വീട്ടിൽ തിരുവോണം, വിഷു അങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങളിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പതിവാണ്. അങ്ങനെ ഉണ്ണിയപ്പം എല്ലാം കഴിച്ച് ഞാൻ പൂക്കളിടാനായിട്ടിരുന്നു. നമ്മൾ തിരുവോണത്തിൻ്റെ പൂക്കളം തലേന്ന് തന്നെ ഇടും, എന്നിട്ട് ഓണമൊക്കെ കൊണ്ടതിന് ശേഷമാണ് കിടന്നുറങ്ങുക. ഈ വർഷത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തം മുതൽ തിരുവോണം വരെയുള്ള ഈ 10 ദിവസത്തെ പൂക്കളം 9 ദിവസത്തെ പൂക്കളം ഞാൻ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള അതുപോലെ തന്നെ അപ്പുറത്തുള്ള വീടുകളിലൊക്കെ പൂക്കൾ പറിച്ചിട്ടാണ് ഇട്ടത്. തിരുവോണത്തിൻ്റെ അന്നത്തെ പൂവ് മാത്രം ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അമ്മ ഓണം കൊള്ളാനായിട്ട് ഇലയട ചുട്ടു, അതുപോലെ തൃക്കാക്കരപ്പനെ ഒരുക്കി റെഡിയാക്കി, ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓണമൊക്കെ കൊണ്ടു. മുൻപൊക്കെ അമ്മൂമ്മയാണ് ഓണം കൊള്ളാറ്. അപ്പോൾ ഈ വട്ടം ഞാനും അമ്മയും കൂടി എങ്ങനെയൊക്കെ ഓണമൊക്കെ കൊണ്ടു കിടന്നുറങ്ങി. പിന്നെ രാവിലെ സദ്യക്കുള്ള പച്ചക്കറി അരിയാണെന്നാണ് കേട്ടോ ഈ കാണുന്നത്. എൻ്റെ അനിയത്തിയാണ് കുറേ സദ്യയൊക്കെ ഉണ്ടാക്കിയത്, സദ്യയിൽ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഞങ്ങൾ എല്ലാ വട്ടവും അമ്മ പായസം ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കണ കാരണം ഞങ്ങൾ ഈ വട്ടം ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് വാങ്ങി. നല്ല എളുപ്പമാണ് കേട്ടോ. വെള്ളം ചൂടാക്കി നന്നായിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ ഈ പായസം മിക്സ് അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായി കുക്കായി കഴിയണ സമയത്ത് നമ്മൾ നമ്മുടെ കിസ്മിസും കാഷ്യൂ ഒക്കെ കൂടി നെയ്യിൽ വറുത്ത് ഈ പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പായസം റെഡി ആയിട്ടോ. ഒരു 1/2-3 മണിക്കൂർ അത്രയും വേണ്ട, അതിന് മുന്നേ തന്നെ പായസം റെഡിയായി. അതും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ സദ്യയിലെ വിഭവങ്ങൾ. നമുക്ക് കാളൻ, അവിയൽ, പയറും കായും തോരൻ, ക്യാബേജ്, ഇങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 4 പേരും കൂടി ഇരുന്ന് വിഭവസമൃദ്ധമായ സദ്യയൊക്കെ കഴിച്ചു. ശരിക്കും നല്ല ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു അത്. അങ്ങനെ സദ്യ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ അമ്പലത്തിലോട്ടൊന്ന് പോയായിരുന്നു. അപ്പോൾ കാലത്ത് അമ്പലത്തിൽ പോയപ്പോൾ അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാനൊന്ന് എൻ്റെ ഓണക്കോടിയൊക്കെ ഇട്ട് ഒരുങ്ങി നല്ല ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് അമ്പലത്തിൽ പോയത്. അങ്ങനെ ഇതൊക്കെയായിരുന്നു എൻ്റെ ഓണം വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.